ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ബ്ലൗസിൻ്റെ സ്ലീവ്സിനെ പറ്റിയാണ്. ഫുൾ സ്ലീവ് മുതൽ ചെറിയ സ്ലീവ് വരെ നമുക്ക് നോക്കാം. ഇതിൻ്റെ ബോഡി മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ആം ഹോൾ 17.5, ബൈസെപ്പ് 14.5, സ്ലീവ് റൗണ്ട് 8.5. ബൈസെപ്പ് എന്ന് പറയുന്നത് ആം ഹോൾ എന്ന് പറയുന്നത് ഈ ഷോൾഡർ മുതൽ കഷക്കുഴി വരെയുള്ളത് ചുറ്റിയെടുക്കുന്നതാണ് ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത്. ബൈസെപ്പ് എന്ന് പറയുന്നത് ഈ അളവ്, അതായത് കഷക്കുഴി മുതൽ നമുക്ക് വണ്ണം കൂടി കൈയുടെ ടൈറ്റ്സ് ഭാഗം ആ ഭാഗത്ത് ചുറ്റിയെടുക്കുന്ന അളവാണ് ബൈസെപ്പ് എന്ന് പറയുന്നത്. അതായത് ഷോൾഡർ മുതൽ ഒരു 4 ഇഞ്ച് ഇറക്കത്തിൽ വരും ഏകദേശം. അപ്പോൾ അത് ഏറ്റവും ഇവിടുത്തെ ഈ ഭാഗത്ത് കൈമുട്ടിന് മുകളിലുള്ള ഈ ഭാഗത്തുള്ള വണ്ണം കൂടിയ ഭാഗം അത് ചുറ്റിയെടുക്കുന്നതാണ് ബൈസെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പം സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് കൈയുടെ അറ്റത്തുള്ള വണ്ണം. ഇപ്പോൾ ഇവിടെ ഈ വണ്ണം നമ്മൾ എടുത്ത ഫുൾ സ്ലീവിനാണെങ്കിൽ ഈ വണ്ണം എടുത്ത ശരിയാവില്ല. നമ്മുടെ ഈ ഇവിടുത്തെ റൗണ്ട് ചുറ്റിയിട്ടുള്ള ഈ അളവ് വേണം നമ്മൾ എടുക്കാനായിട്ട്. കാരണം നമ്മുടെ സ്ലീവ് കൈ കയറ്റാനായിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. എന്നിട്ട് ഇവിടെ നമ്മൾ പ്രസ് ബട്ടൺ വെച്ചെടുക്കുകയോ പ്ലാസ്റ്റിക് വെച്ചെടുക്കുകയോ ചെയ്താൽ മതി, അല്ലെങ്കിൽ സിബ് വെച്ചെടുക്കുകയോ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് തുടങ്ങാം. 0 to 1 എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് 0 നിന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അവിടം വരെ. അപ്പോൾ ഇവിടെ ഞാൻ 21 ആണ് എടുത്തേക്കുന്നത്. 21 അടയപ്പെടുത്തുക, കൂടെ കൈയെത്തുമ്പോൾ. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് താഴത്തേക്ക്, ഇപ്പോൾ ഇത് പേപ്പർ ഞാൻ ഫോൾഡ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 0 നിന്ന് താഴത്തേക്ക് എത്രയാണോ നമുക്ക് വേണ്ടത് അളവ്, ബൈസെപ്പിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി. ഇപ്പോൾ ബൈസെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 14.5 അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് ഇപ്പോൾ 15 കിട്ടും. അതിനെ ഹാഫ് ആക്കുമ്പോൾ 7.75 കിട്ടും. അപ്പോൾ അത് 0 നിന്ന് താഴത്തേക്ക്, അപ്പോൾ അത് 7.75 അടയപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരക്കുക. ഇവിടെ 7.75 ഒരു ലൈൻ വരക്കുക. ഇനി ഇതിന് ഈ ഇവിടുത്തെ ജോയിൻറ്റ് നമുക്ക് 2 എന്ന് നമ്പർ കൊടുക്കുക. ഈ 2 നിന്ന് നമുക്ക് 0 നിന്ന് എത്രയാണ് നമ്മുടെ ആം ഹോൾ റൗണ്ട് ഇവിടെ 17.5. അപ്പോൾ ആം ഹോൾ റൗണ്ടിൻ്റെ കൂടെ ഞാനിവിടെ 1 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ആം ഹോൾ റൗണ്ട് എടുക്കുന്ന പോലെ ഇരിക്കും. ലൂസ് ടൈറ്റ് ആക്കി പിടിക്കുകയാണെങ്കിൽ നമ്മൾ 1 ഇഞ്ച് എത്രയാണോ ലൂസ് വേണ്ടത് അത്ര ഇടുക. അല്ലെങ്കിൽ നോർമൽ ഇതിലാണ് പിടിച്ചേക്കണമെങ്കിൽ ലൂസിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ആം ഹോൾ റൗണ്ടിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടി 18.5. അപ്പോൾ 17 കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടി 18.5 ഹാഫ് ആക്കുമ്പോൾ 9.25 കിട്ടും. അപ്പോൾ നമ്മൾ ഈ 9.25 നിന്ന് 4 ഇഞ്ച് ഒന്നിലേക്ക് കുറച്ചിട്ട് ഇവിടെ പോയിന്റ് ചെയ്യുക. ഇപ്പോൾ 0 നിന്ന് ഈ ലൈനിൽ 2ൻ്റെ ഈ ലൈനിൽ എവിടെയാണോ 9 ഇഞ്ച് വന്നത് അവിടെ പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ പോയിന്റ് നമുക്ക് 3 എന്നുള്ള നമ്പർ കൊടുക്കാം. ഇപ്പോൾ 3 to എത്രയാണോ 4.5 അത് 0 നിന്ന് ഈ ലൈനിൽ 0 to 1 ലൈനിൽ 4.5 പോയിന്റ് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് 4 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഈ 4 to 3 ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കുക. അടുത്തത് ഈ 4 to 3യുടെ മിഡ് പോയിന്റ് കാണുക, 7.25 മിഡ് പോയിന്റ് കാണുക. അപ്പോൾ അതിന് നമുക്ക് 5 എന്ന നമ്പർ കൊടുക്കാം. സെയിം തന്നെ 0 to 2ൻ്റെ മിഡ് പോയിന്റ്. ഇവിടെ നമുക്ക് 5 to 6, ഈ നമ്പറിന് നമുക്ക് 6 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇതിന് നമുക്ക് ജോയിൻ ചെയ്ത് വരക്കാം. ഓക്കെ, ഇനി 0 നിന്ന് 1/2 ഇഞ്ച് ഒരു പോയിന്റ് ചെയ്യുക. അതിന് നമുക്ക് 7 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇനി 5 to 6ൻ്റെ മിഡ് പോയിന്റ് കാണാം. 4.5യുടെ മിഡ് പോയിന്റ് ഇപ്പോൾ 2.25. അപ്പോൾ അതിന് നമുക്ക് 8 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാം. ഇനി ഈ 5 to 2 അതിന് നമുക്ക് ജോയിൻ ചെയ്തൊരു വര വരക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇനി 0 നിന്ന് 3യിലേക്ക് ഒരു ലൈൻ വരക്കുക. യിൽ നിന്ന് ഒരു 4 ഇഞ്ച് മുകളിലേക്ക് ഒരു പോയിന്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് 0 നിന്ന് ഈ ആം ഹോൾ കർവ് ഇതിൻ്റെ ഈ ഭാഗം ഇവിടെ വരത്തക്ക വിധത്തിൽ 0 നിന്ന് 8 ജോയിൻ ചെയ്യുക. ഈ കർവ് ഇതിൻ്റെ ഈ ഭാഗം ഇവിടെ വരത്തക്കത്തിൽ 8ൽ നിന്ന്
3യിൽ നിന്ന് നമുക്ക് 4 ഇഞ്ച് കയറ്റിയിട്ടില്ലേ, ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക 8ൽ നിന്ന്. ഓക്കെ, ഇത് നമുക്ക് ബാക്കാണ്. ഇനി ഈ ബാക്കിൻ്റെ ഈ പോയിന്റിൽ നിന്ന് 3/4 ഇഞ്ച് ഒരു പോയിന്റ് ചെയ്യുക ഈ 5 to 2ൻ്റെ ഈ ലൈനിൽ. ഈ 8ൻ്റെ ഈ 0 to 8 to 3 എന്നുള്ള ഈ പോയിന്റിൽ ഇവിടെ നിന്ന് നമ്മൾ 3/4 ഇഞ്ച് പോയിന്റ് ചെയ്യുക. ഈ പോയിന്റിന് ഇവിടെ 0യിൽ നിന്ന് 1 ഇഞ്ച് താഴത്തേക്ക് പോയിന്റ് ചെയ്യുക 0 to 2ൻ്റെ ലൈനിൽ. ഇതിന് നമുക്ക് ഈ പോയിന്റ് നമുക്ക് 9 എന്ന് പേര് കൊടുക്കാം, ഇതിന് 10 എന്ന് കൊടുക്കാം. നമ്മളിത് ചെയ്യുന്നത് ബാക്ക് വശത്തിനാണ്. ഈ 10 to 9 ഈ ആം ഹോൾ കർവ് ഈ ഭാഗം ഇവിടെ വരത്തക്ക വിധത്തിൽ ജോയിൻ ചെയ്ത് വരക്കുക. ഇനി ഈ കർവ് തിരിച്ചു വെച്ച് ഈ 3യുടെ ഈ 4 ഇഞ്ച് വിട്ടേക്കുന്നതില്ലേ 3യുടെ പോയിന്റിൽ നിന്ന് മേളിലേക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്യുക. ഇനി ഇത് എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കാം. ഇവിടെ ഫ്രണ്ടിൽ 9ഉം ഒരു പോയിന്റും ബാക്കിൽ 9 കാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 9ഉം ഒരു പോയിന്റും കുഴപ്പമില്ലാതെ നമ്മൾ തുണിയിൽ വെട്ടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് ഫുൾ ലെങ്ത്ത് എത്രയാണോ അവിടുത്തെ റൗണ്ട് എത്രയാണെന്ന് 4.5 8.5 അപ്പോൾ അതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. സ്കെയിൽ ഉപയോഗിച്ചിട്ട് 3യിൽ നിന്ന് ഇത് ജോയിൻ ചെയ്ത് ഇറക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വരയ്ക്കുമ്പോഴേക്കും ഈ ബൈസെപ്പിൻ്റെ അവിടെ 1 ഉള്ള ഒരു വ്യക്തിയുടെയൊക്കെ ആണെങ്കിൽ നല്ല ഇവിടെ ഇതായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വശം വെച്ചിട്ട് എവിടെയാണോ നമുക്ക് എവിടം വരെയാണോ വേണ്ടത് അത് ഈ വശം വെച്ച് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ചിലർക്ക് നല്ല ഈ ഭാഗത്ത് നല്ല ടൈറ്റായിട്ടിരിക്കും. ഇനി എത്രയാണോ നമ്മുടെ സ്ലീവുകൾ വേണ്ടത് അവിടം വരെ അളവെടുത്തിട്ട് ഇത് വരയ്ക്കുക. ഇത് ഫുൾ സ്ലീവ്. ഇനി 3/4 ആണെങ്കിൽ കുറയ്ക്കുക. ഇനിയിപ്പോൾ ചെറിയ സ്ലീവാണ് നമ്മുടെ ഇത് 4.5 ഇഞ്ച് ഇറക്കമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിതിൽ കൈക്കുഴി ഇങ്ങനെ വരില്ലേ, അപ്പോൾ അതിന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് 3യിൽ നിന്ന് ഒരു 1.5 ഇഞ്ചോ 1 ഇഞ്ചോ വരയ്ക്കുക. 1.5 ഇഞ്ച് എടുക്കുന്നതാണ്. ഓക്കെ, ഇനി ഈ ലൈനിൽ 4 to 3 ലൈൻ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അത് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ 0 to 4 4.5 ഇഞ്ച് ഇറക്കത്തിലുള്ള സ്ലീവ് ആണെങ്കിൽ. ഓക്കെ, ഇങ്ങനെയാണ് സ്ലീവ് വരയ്ക്കുന്നത്. ഇത് തന്നെ പല മെത്തേഡുകളിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അതിലൊരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ വരച്ച് പല പ്രാവശ്യം വരച്ച് സെറ്റാകുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള വരകളൊന്നും വരക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പോയിന്റ് ചെയ്ത് ഇട്ട് പോയാൽ മതിയാവും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വരകൾ വരച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സോറി, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിപ്പോൾ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗവും വെട്ടിയിട്ടുള്ളത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നമുക്ക് എത്രയാണോ തയ്യത്തുമ്പ് ഇടേണ്ടത് അത്രയും ഇടുക. എന്നിട്ട് ആദ്യം ബാക്ക് വെട്ടുക. ഇനി ഫ്രണ്ട് വെട്ടുക. ഇത് നല്ല ഇങ്ങനെ കർവായിട്ട് വന്നിട്ടുണ്ട്.
ഓക്കെ. ഫുൾ സ്ലീവ്. ഇത് തീരെ ചെറിയ സ്ലീവ്, 4 ഇഞ്ച്. ഇപ്പോൾ ഇതിനാണ് 4 ഇഞ്ച്. അപ്പം നമുക്ക് ഇവിടുത്തെ ഈ അളവ് എത്രയാണോ അതിൻ്റെ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ. ഓക്കെ, താങ്ക് യു.